ഹായ് വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ശ്രുതി. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ CBSE സിലബസിലെ മാത്സിൻ്റെ 5th ചാപ്റ്ററായിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണിത്. ഒരുപാട് കണ്ടൻസ് ഒന്നും ഇല്ല. അതിൽ 2 ഫോർമുലാസ് ഉണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല മാർക്ക് മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതാണ് നമ്മുടെ ചാപ്റ്റർ അല്ലേ. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സാണ്. സീരീസ് ഓഫ് നമ്പേഴ്സ് എന്ന് എന്തെങ്കിലും കുറേ നമ്പേഴ്സ് എടുത്ത് എഴുതിയാൽ പോരാ, അതിനൊരു റൂളുണ്ട്. ഒരു റൂൾ അനുസരിച്ചായിരിക്കും സീരീസ് ഓഫ് നമ്പേഴ്സ് എഴുതുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, 1, 3, 5, 7 എക്സെട്ര. ഇനി മുന്നോട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ? ഇത് കാണുമ്പോഴേ നമുക്കറിയാം അടുത്ത സംഖ്യ എത്രയായിരിക്കും? 9 ആയിരിക്കും. 9, 11 അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതി പോവാം. അങ്ങനെ എഴുതി പോകാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു റൂൾ ഉള്ളതുകൊണ്ടാണ്. എന്താണ് റൂള്? 2 വെച്ച് ആഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. അതായത് ഏത് അടുത്തടുത്ത 2 ടേംസ് എടുത്തു കഴിഞ്ഞാലും അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ. ഇനി അടുത്ത നോക്കിയേ, 5, 10, 15, 20 എക്സെട്ര. അതും നമുക്ക് പറയാനായിട്ട് സാധിക്കും അടുത്ത എത്രയായിരിക്കും? 25 ആയിരിക്കും. അവിടുത്തെ റൂൾ എന്താണ്? 5 ആഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ റൂള്. അപ്പോൾ അതായത് ഏത് അടുത്തടുത്ത സംഖ്യകൾ എടുത്തു കഴിഞ്ഞാലും അത് തമ്മിലുള്ള ഡിഫറൻസ് 5 ആയിരിക്കും. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആകാനായിട്ടുള്ള റൂൾ ഇതാണ്. ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത ഏത് 2 സംഖ്യകൾ എടുത്തു കഴിഞ്ഞാലും അത് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം. അതായത് കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ നോക്കിയാൽ അടുത്ത ഒരെണ്ണം കൂടെയുണ്ട്. ഇത് നോക്കിക്കേ, 2, 5, 7, 10 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് 3 ആഡ് ചെയ്തു, പിന്നീട് 2 ആഡ് ചെയ്തു, പിന്നീട് 3 ആഡ് ചെയ്തു. അങ്ങനെ 3, 2, 3, 2 എന്ന് മാറി ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പം ഇവിടെ കോൺസ്റ്റന്റ് കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതെന്താവില്ല? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആവില്ല. അതായത് കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിൽ ഉള്ള ഡിഫറൻസ് സെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമുക്കതിൻ്റെ ടേംസിലേക്ക് കിടക്കാം. സീരീസിലെ ഓരോ ടേംസിലേക്ക് കിടക്കാം. ഇവിടെ ഞാനൊരു സീരീസ് എടുത്തു, 1, 3, 5, 7. നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ്. തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓരോ അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് 2 ആയിരിക്കും. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് അല്ലേ. ഇനി ഈ സീരീസിലെ ഫസ്റ്റ് ടേമിനെ ഞാൻ എ എന്ന് വിളിച്ചു. എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ കോമൺ ഡിഫറൻസിനെ ഞാൻ ഡി വെച്ച് ഡിനോട്ട് ചെയ്തു. ഫസ്റ്റ് ടേമിനെ എ വെച്ചും കോമൺ ഡിഫറൻസിനെ ഡിഫറൻസിൻ്റെ ഡി വെച്ചുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈം എത്രയാണ്? 1 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് കാണേണ്ടത് സെക്കൻഡ് ടൈമിന് ഫസ്റ്റ് ടൈമേ കുറയ്ക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കാൻ പാടില്ല. അതായത് 3 - 1 = 2 അല്ലേ. ഇനി അതായത് 5ൽ നിന്ന് 3 ഏത് അടുത്തടുത്ത 2 സംഖ്യകൾ എടുത്ത് മൈനസ് ചെയ്താലും നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. പക്ഷെ മുമ്പിലുള്ള ടേമിൽ നിന്ന് പുറകിലുള്ള ടേമേ കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പം d = 3 - 1 = 2. അപ്പോൾ ഫസ്റ്റ് ടൈം എന്താണെന്നും കോമൺ ഡിഫറൻസ് എന്താണെന്നും മനസ്സിലായി. ഇനി നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ജനറൽ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈമിനെ നമ്മൾ എ വെച്ച് ഡിനോട്ട് ചെയ്തു അല്ലേ. ഇനി സെക്കൻഡ് ടൈം ആയിട്ടുള്ള 3 അത് ഈ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 2 ആഡ് ചെയ്യുമ്പോഴല്ലേ 3 കിട്ടുന്നത്. അതായത് 1 + 2 ചെയ്യുമ്പോഴാണ് ഈ 3 കിട്ടുന്നത്. അതായത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ നമ്മളൊരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ടേം കിട്ടി. ഇനി തേർഡ് ടേം കിട്ടണമെങ്കിൽ ഈ സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ അല്ലേ തേർഡ് ടേം കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് a + d ആണ്. അതിൻ്റെ കൂടെ ഒരു തവണ കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പം തേർഡ് ടേം കിട്ടും. ഇനി ഫോർത്ത് ടേം എങ്ങനെയാണ്? ഈ തേർഡ് ടേമിൻ്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. അതായത്
തേർഡ് ടേം എത്രയാണ്? എ പ്ലസ് ഡി പ്ലസ് ഡി അല്ലേ? അതിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഫോർത്ത് ടേം കിട്ടും. അങ്ങനെ മുന്നോട്ട് നമുക്ക് എഴുതി പോകാനായിട്ട് സാധിക്കും. ഇതൊന്ന് ചുരുക്കി എഴുതുവാണെങ്കിൽ ഇത് എ തന്നെ, ഇത് എ പ്ലസ് ഡി, ഇത് എ പ്ലസ് 2d, അടുത്ത എന്താവും? എ പ്ലസ് 3d ആവും, അടുത്ത എന്താവും? എ പ്ലസ് 4d ആവും. അങ്ങനെ നമുക്ക് മുന്നോട്ട് എഴുതി പോകാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ജനറൽ ഫോം. ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ പ്ലസ് ഡി, തേർഡ് ടേം എ പ്ലസ് 2d, ഫോർത്ത് ടേം എ പ്ലസ് 3d. അങ്ങനെ നമുക്ക് ഓരോ ടേമിനെയും ഡിനോട്ട് ചെയ്യാനും സാധിക്കും. അടുത്ത നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. ഫസ്റ്റ് എക്സസൈസ് 5.1, പേജ് നമ്പർ 99. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻസ് ഡസ് ദി ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് മേക്ക് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് വൈ? നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അത് വെച്ച് എഴുതാൻ സാധിക്കുന്ന നമ്പർ ഓഫ് സീരീസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കാം. ദ ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ വെൻ ദി ഫെയർ ഈസ് 15 for the first kilometer and ₹8 for each additional kilometer. എന്താണ്? ഒരു ടാക്സി അതിൻ്റെ ഫസ്റ്റ് കിലോമീറ്ററിന് 15 രൂപ, 15 rupees ഈടാക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഫോർ 1 കിലോമീറ്റർ എത്രയാണ്? 15 ആണ്. അടുത്ത അഡീഷണൽ ഓരോ കിലോമീറ്ററിനും 8 രൂപ വീതം കൂടും. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഫോർ 2 കിലോമീറ്റർ എത്രയായിരിക്കും? 15 പ്ലസ് 8 എത്ര വരും? 23 അല്ലേ? അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഫോർ 3 കിലോമീറ്റർ എന്തായിരിക്കും? ഇതിൻ്റെ കൂടെ ഒരു 8 രൂപയും കൂടെ കൂടും. അപ്പം 23 പ്ലസ് 8 ഈക്വൽ ടു എത്ര വരും? 31. അപ്പം നമുക്ക് 3 ടേംസ് കിട്ടി. അപ്പോൾ നമ്മൾ എഴുതുവാണെങ്കിൽ, സീരിയസ് ആയിട്ട് എഴുതുവാണെങ്കിൽ 15, 23, 31 എക്സെട്ര. ഇതിൻ്റെ കൂടെ 8 ആഡ് ചെയ്ത് പോയാൽ മുമ്പോട്ട് നമുക്ക് സീരീസ് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നോക്കണം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഏത് അടുത്തടുത്ത രണ്ട് സംഖ്യകളെടുത്ത് ഡിഫറൻസ് നോക്കിയാലും സെയിം ആണോ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. കോമൺ ഡിഫറൻസ് 23 മൈനസ് 15 ഈക്വൽ ടു 8. അപ്പോൾ കോമൺ ഡിഫറൻസ് എല്ലായിടത്തും ഒരുപോലെയാണോ നോക്കണം, എന്നാലേ അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത് 2 ടേംസ് എടുത്തു, തേർഡ് ടേമും സെക്കൻഡ് ടേമും. അപ്പോൾ എത്ര വന്നു? 31 മൈനസ് 23. അപ്പോൾ എന്ത് തന്നെ കിട്ടി? 8 കിട്ടി. അപ്പോൾ എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. The amount of air present in a cylinder when a vacuum pump removes 1/4 of the air remaining in the cylinder at a time. അതായത് ഒരു സിലിണ്ടറിലുള്ള എയർ വാക്വം പമ്പ് വെച്ച് ഓരോ തവണയും 1/4 ഭാഗം വെളിയിലേക്ക് കളയും. അങ്ങനെയാണെങ്കിൽ ഓരോ തവണയും സിലിണ്ടറിലുള്ള എയറിൻ്റെ അളവാണ് സീരിയസ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ആ സിലിണ്ടറിലുള്ള എയറിൻ്റെ അളവിനെ ഞാൻ വോളിയത്തിൻ്റെ വി എടുത്തു. വി. ഇനി ആ വാക്വം പമ്പ് വെച്ച് 1/4 ഭാഗം, ഈ വോളിയത്തിൻ്റെ 1/4 ഭാഗം വെളിയിലേക്ക് കളയുക. 1/4 ഭാഗം വെളിയിലേക്ക് കളഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? അവിടെ 3/4 ഭാഗം ഉണ്ടാവും അല്ലേ? അതായത് ഈ വോളിയത്തിൻ്റെ 3/4 ഭാഗം അതിൽ ഉണ്ടായിരിക്കും രണ്ടാമത്തെ തവണ. ഇനി അടുത്ത തവണ വാക്വം പമ്പ് വെച്ച് പമ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 1/4 വെളിയിൽ പോകും. അതായത് ഇതിൻ്റെ 3/4 സിലിണ്ടറിൽ ഉണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ 3/4 ഭാഗം അതിൽ സിലിണ്ടറിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് 3 ടേം കിട്ടി അല്ലേ? ഇങ്ങനെ മുന്നോട്ട് നമുക്ക് ഓരോ തവണയും ഉള്ളതിൻ്റെ 3/4 ഭാഗം വീതം സിലിണ്ടറിനകത്ത് കാണും. അതായത് വി 3v/4 ഇത് എത്ര വരും? v × 3/4 സ്ക്വയർ. അങ്ങനെ എഴുതി പോകാനായിട്ട് സാധിക്കും.
അപ്പോൾ നോക്കിക്കേ, ഇനി ഇത് നമുക്ക് അറിയേണ്ടത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് അറിയണം. ഫസ്റ്റ് ടൈം നമുക്കറിയാം വി ആണ്, നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. 3v/4 മൈനസ് വി അല്ലേ, ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3v ഇൻറ്റു 1, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 വെച്ച് ചെയ്യും. അത് 3v മൈനസ് 4 ഇൻറ്റു വി, 4v ഡിവൈഡഡ് ബൈ 4. അല്ലെങ്കിൽ LCM എടുത്താലും മതി, LCM ഓർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? -1v/4. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ്, ഈ ഡിഫറൻസ് തന്നെയാണോ നമുക്ക് ഇത് തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ളതെന്ന് നോക്കണം. അപ്പോൾ അടുത്തത് നോക്കുക. ഇതിനെ എങ്ങനെ എഴുതാം? ഇതിൻ്റെ സ്ക്വയർ 9/16 എഴുതാം അല്ലേ. അപ്പം 9v ഡിവൈഡഡ് ബൈ 16 മൈനസ് 3v ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. ഇതിന് നമുക്ക് LCM എടുക്കാം. LCM എടുക്കുമ്പോൾ ഏതാണ് LCM വരിക? 16 ആണ് LCM വരിക അല്ലേ. 16 വന്നു. ഇനി ഇവിടെ എന്ത് പൊക്കത്തിൽ ഇതിന് 9v തന്നെ വരും, ഡിനോമിനേറ്റർ മൈനസ് എന്ത് വരും? ഈ 3vയെ 4 വെച്ച് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ 12v എന്ന് വരും. അപ്പോൾ എത്ര വന്നു? -3v/16 വന്നു. അപ്പോൾ നോക്കിക്കേ, ഈ ഡിഫറൻസ് ആണോ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് എന്തല്ല? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഫസ്റ്റ് 4 terms of the AP when the first term A and the common difference D are given as follows. അതായത് നമുക്ക് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്, അത് വെച്ച് സീരീസ് എഴുതണം. ഫസ്റ്റ് 4 terms ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടൈം 10ഉം കോമൺ ഡിഫറൻസ് 10ഉം ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയാണ്? 10 ആണ്. സെക്കൻഡ് ടൈം കിട്ടണമെങ്കിൽ ഈ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 10 ആഡ് ചെയ്യണം. അപ്പോൾ എത്രയായിരിക്കും? 20. ഇനി തേർഡ് ടേം കിട്ടണമെങ്കിൽ സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 30, അടുത്തത് 40, അങ്ങനെ മുന്നോട്ട് എഴുതി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് നോക്കുക. ഫസ്റ്റ് ടൈം എത്രയാണ്? -1 ആണ് അല്ലേ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ -1ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 1/2 ആഡ് ചെയ്യണം. അതായത് -1 + 1/2. അതെത്രയായിരിക്കും? -1 + 1/2 എത്രയാണ്? -1/2 ആണ്. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ -1/2ൻ്റെ കൂടെ ഈ 1/2 ആഡ് ചെയ്യണം അല്ലേ. -1/2 + 1/2 എത്ര കിട്ടും? 0 കിട്ടും. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ ഈ 0യുടെ കൂടെ 1/2 ആഡ് ചെയ്യണം. 0 + 1/2 എത്ര കിട്ടും? 1/2 കിട്ടും. അപ്പോൾ നമ്മുടെ ടേംസ് ഏതൊക്കെയാണ്? -1, -1/2, 0, 1/2 എക്സെട്ര. അതിന് മുന്നോട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് സീരീസ് കിട്ടി. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദി ഫോളോയിങ് APs റൈറ്റ് ദി ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. നമുക്ക് കുറച്ച് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതാനേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ടൈം എത്രയാണ്? A = 3 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എത്രയാണ്? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക, അതായത് 1 - 3 = എത്രയാണ്? -2. ഫസ്റ്റ് ടൈമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി അടുത്തത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടൈം എത്രയാണ്? A = 3 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എന്താണ്? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം. -1 -5 ദാറ്റ് ഈസ് -1. ഈ രണ്ട് മൈനസോട് ചേർന്ന് പ്ലസ് ആവും, +5 which is equal to 4. അടുത്ത നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are APs? If they form an AP, find the common difference D and write the 3 more terms. അതായത് കുറച്ച് സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ നെക്സ്റ്റ് 3 ടേംസും കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ കോമൺ ആയിട്ട് ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയണം അല്ലേ. അപ്പോൾ ഞാൻ ഡിഫറൻസ് നോക്കുകയാണ്.
സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇനി അടുത്ത രണ്ട് ടേംസിൻ്റെ എടുക്കുകയാണ്. t ഈസ് ഈക്വൽ ടു 8 മൈനസ് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം 4 ഈക്വൽ ടു 4. അപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ഡിഫറൻസ് അല്ല നമുക്കിവിടെ കിട്ടുന്നത്, അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. ഇനി അടുത്ത നോക്കാം. അടുത്ത കോമൺ ഡിഫറൻസ് നമ്മൾ നോക്കാൻ പോവാണ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു LCM 2 5 മൈനസ് 4 ഈസ് ഈക്വൽ ടു 1/2. ഇനി അടുത്ത നോക്കുക. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അപ്പോൾ എത്ര വരും? LCM 2 ആണ്. ഇവിടെ എത്ര വരും? 6 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ കോമൺ ആയിട്ടൊരു ഡിഫറൻസ് നമുക്ക് കിട്ടും. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് 3 ടേംസ് കൂടെ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 1/2 ആഡ് ചെയ്യണം. അപ്പോൾ 7/2 പ്ലസ് 1/2 എത്ര വരും? 8/2 ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 4. ഇനി അടുത്ത കണ്ടുപിടിക്കണമെങ്കിൽ 4ൻ്റെ കൂടെ 1/2 ആഡ് ചെയ്യണം. 4 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? LCM 2 എടുത്തു. 8 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 9/2. അപ്പോൾ അടുത്ത ടേം ഏതാ? 9/2 ആണ്. ഇനി ഒരു ടേം കൂടെ കണ്ടുപിടിക്കണം. 9/2 പ്ലസ് 1/2 which is equal to 10/2 is equal to 5. അപ്പോൾ അടുത്ത ടേം എത്ര കിട്ടി? 5 കിട്ടി. 3 ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 3 ടേമും കിട്ടി. അടുത്ത സീരീസ് ഇതാണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് അറിയണം. d is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 3 പ്ലസ് √2 മൈനസ് 3. ഈ പ്ലസ് 3യും മൈനസ് 3യും തമ്മിൽ വെട്ടിപ്പോകുമ്പോൾ ബാക്കിയുള്ളത് √2 ആണ്. ഇനി അടുത്ത രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. തേർഡ് ടേം എത്രയാണ്? 3 പ്ലസ് 2√2 മൈനസ് 3 പ്ലസ് √2 അല്ലേ? ഇനി ഈ മൈനസിനെ അകത്തേക്ക് എടുക്കുകയാണ്, അതായത് ബ്രാക്കറ്റ് ഞാൻ കളയാണ്. 3 പ്ലസ് 2√2 മൈനസ് 3 മൈനസ് √2 ആയിട്ട് മാറും. അപ്പോൾ നോക്കിക്കേ, ഈ പ്ലസ് 3യും മൈനസ് 3യും പോയി. പിന്നെ ഉള്ളത് 2√2 മൈനസ് √2 ആണ്. 2 √2 2√2 അല്ലേ? 2√2ൽ നിന്ന് ഒരു √2 പോയാൽ ബാക്കി എത്ര ഉണ്ട്? ഒരു √2 ആണുള്ളത്. അപ്പോൾ അത് നമുക്ക് √2 കിട്ടി. അതായത് കോമൺ ആയിട്ടൊരു ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ ലാസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള എത്ര കിട്ടിയേ? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള √2 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ കൂടെ 3 പ്ലസ് 3√2ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള d എത്രയാണ് കിട്ടിയേ? √2 ആണ് കിട്ടിയത്. കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള √2 ഞാൻ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 3 അതുപോലെ തന്നെ എഴുതുക, കാരണം 3യുടെ കൂടെ √2 ഇല്ല, അതുകൊണ്ട് 3 അതുപോലെ തന്നെ എഴുതുക. പിന്നെ രണ്ട് ടേംസ് √2 ഉള്ള ടേംസ് ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 3√2ൻ്റെ കൂടെ ഒരു √2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 4√2 ആയി. ഇതാണ് അടുത്ത ടേം. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടേം കിട്ടും. അതായത് 3 പ്ലസ് 4√2 പ്ലസ് √2 ചെയ്യാം. അപ്പോൾ 3 √2 ഉള്ള രണ്ട് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5√2. ഇനി അടുത്ത ടേം കണ്ടുപിടിക്കണമെങ്കിൽ 3 പ്ലസ് 5√2ൻ്റെ കൂടെ √2 ആഡ് ചെയ്യണം. 3 അതുപോലെ തന്നെ എഴുതി. ഈ √2 ഉള്ള രണ്ട് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5√2 പ്ലസ് 1√2 ഈസ് ഈക്വൽ ടു 6√2. അങ്ങനെ 3 ടേംസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്തില്ല, അതിൽ തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ ചെയ്ത് പഠിച്ചാൽ ബാക്കിയുള്ള നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.